പ്രസ് സ്റ്റോപ്പാണ്. പത്രത്തിൽ വന്ന വാർത്തകൾ എങ്ങനെയാണ് അവർ അത് വിന്യസിച്ചിരിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. വരാത്ത വാർത്തകൾ എന്തൊക്കെയാണ് എന്നതൊക്കെ പരിശോധിക്കാം. ശ്രീജിത്താണ് പത്രവാർത്തകളുമായി പ്രസ് സ്റ്റോപ്പിൽ നമുക്കിപ്പോൾ ഉള്ളത്. ശ്രീജിത്ത്, എന്തെല്ലാമാണ് പത്രവിശേഷങ്ങൾ? ഹർഷൻ, തീർച്ചയായും എമ്പുരാൻ തന്നെയാണ് പ്രധാന വാർത്ത. നമുക്കറിയാവുന്നതാണ്. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ തുടരും. കാരണം സിനിമയിലെ രാഷ്ട്രീയം അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ പ്രമുഖ പത്രങ്ങളിൽ പലരും എമ്പുരാനെക്കുറിച്ചുള്ള വാർത്തകൾ ഉൾപേജിലേക്ക് ഒതുക്കുന്നൊരു സാഹചര്യം അതാണ് ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. ഒന്നാം പേജിൽ പരമാവധി അതിൻ്റെ ഒരു രാഷ്ട്രീയം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ ഒന്ന് പറയാൻ ശ്രമിക്കാതെ പോകുന്നൊരു കാഴ്ചയുണ്ടായി. മനോരമയിലേക്ക് തന്നെ ആദ്യം പോകാം. മനോരമ അത് പുതിയ എമ്പുരാൻ വരും, ഒരു നാൾ വൈകി എന്നാണ് ഒന്നാം പേജിൽ. കാരണം ഒന്നാം പേജിൽ അവർ മറ്റ് വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എമ്പുരാൻ തന്നെ പറയാം. സിനിമ 200 കോടി ക്ലബിലേക്ക് എന്നുള്ളൊരു ടാഗ് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 9-ാം പേജിലേക്കാണ് അതിനെ മാറ്റിയിട്ടുള്ളത് എന്ന് തന്നെ വേണം പറയാൻ. 9-ാം പേജിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1-ാം പേജിൽ, ഒരു പ്രധാന പത്രത്തിൻ്റെ 1-ാം പേജിൽ എമ്പുരാനെ പോലുള്ള സിനിമ അത് വലിയ രൂപത്തിൽ ചർച്ചയാകുമ്പോൾ, സിനിമ ഇറങ്ങി എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ചർച്ച, സിനിമയിലെ രാഷ്ട്രീയവും സിനിമയെ രാഷ്ട്രീയത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമവും രാഷ്ട്രീയക്കാരെങ്ങനെ അതിനെ കണ്ടു എന്നുള്ളതൊക്കെയാണ് ആ സിനിമയുടെ എമ്പുരാൻ്റെ ചർച്ച ഇപ്പോൾ. അതിൽ 9-ാം പേജിൽ അത് തുറന്നടിച്ച് മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിനെ നശിപ്പിക്കാൻ ചലച്ചിത്ര രംഗത്ത് നിന്ന് ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് മല്ലിക സുകുമാരൻ്റെ ഒരു കോട്ടാണ് പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൻ്റെ മറ്റ് സൈഡുകളായി പിണറായി അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സംഘപരിവാറിൻ്റെ കടന്നാക്രമണമെന്ന് പിന്നെ MA ബേബി, ആസിഫ് അലിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കേരളം പൃഥ്വിരാജിനൊപ്പം ഒന്ന് ആഷിഖ് അബു. ഇങ്ങനെ സിനിമാ പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും കമൻറ്റുകൾ ചേർത്തുകൊണ്ട് ആ വാർത്തയെ ഒന്ന് സമ്പുഷ്ടമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളെ സമഗ്രമായി പറയാൻ മനോരമ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് അതിൻ്റെ ഏറ്റവും തുടർച്ചയായിട്ട് മേജർ രവിയുടെ നിറമാറ്റം നാണിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അത് ഉൾപേജിൽ 9-ാം പേജിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ ആ വാർത്ത കൊടുത്തിട്ട് തന്നെ ഇല്ല, അല്ലെങ്കിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം കാണാൻ. പകരം 7-ാം പേജിൽ ഇതേപോലെ മനോരമയെ പോലെ മല്ലിക സുകുമാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത തുടങ്ങുന്നത്. 7-ാം പേജിൽ അതുമാത്രമല്ല, സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് മാത്രമാണ് ആ വാർത്തയെ മാതൃഭൂമിയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, ഇത് ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം മാത്രമാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രൂപത്തിലാണ്. മറ്റ് പത്രങ്ങളൊക്കെ വളരെ മനോഹരമായി 1-ാം പേജിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ദേശാഭിമാനി ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വാർത്തകളിലേക്ക്. അതോടൊപ്പം തന്നെ അവർ 1-ാം പേജിൽ ഒരുപക്ഷെ ഈ ദീർഘനാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, ഒരു ദശാബ്ദത്തിന് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്കപ്പുറം 23 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ മുൻപ് നടന്ന ഒരു സംഭവമായിരുന്നു ഗോദ്ര കലാപം ഗുജറാത്തിൽ. ആ ഗോദ്ര കലാപത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ദേശാഭിമാനി ഈ സാഹചര്യം, ഈ എമ്പുരാൻ സിനിമയുടെ റിലീസും അതിൻ്റെ ചർച്ചകളും വഴിയൊരുക്കിയിട്ടുണ്ട്. ബജ്രംഗിയെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഗുജറാത്ത് വംശഹത്യയുടെ ഇന്നലകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരമ്പര ആരംഭിക്കുകയാണ്. എമ്പുരാൻ തുറന്നുവിട്ട ഭൂതം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ആദ്യത്തെ ലക്കം ഇന്ന് ആരംഭിക്കുന്നു. നാളെയുണ്ട്, നാളെ രക്തം മരവിപ്പിക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി. അതായത് ഈ സിനിമയുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആ ചർച്ചയായ രാഷ്ട്രീയത്തെയാണ് പത്രങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അതിനെ ദേശാഭിമാനി 1-ാം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പത്രങ്ങൾ, അതിൽ മാധ്യമവും ഒക്കെ ഉൾപേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയും അവർ 1-ാം പേജിൽ ആ വാർത്തയെ മനഃപൂർവ്വമെങ്കിലും അല്ലെങ്കിൽ മറ്റ് വാർത്തകളുടെ നിറയെ വാർത്തകളുള്ളൊരു ദിവസമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ വാർത്തകൾ പോലും, ഒരുപക്ഷെ ഇന്നലെ പെരുന്നാളായിരുന്നു, ആ പെരുന്നാൾ വാർത്തയെ പോലും ഉൾക്കൊള്ളിക്കാതെ ഈ വാർത്തയും ഏറ്റവും അവസാനത്തേക്ക് മാറ്റുന്നു. മറ്റൊന്ന്, ഇനി നമുക്കറിയാവുന്നത് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭവം എന്ന് പറയുന്നത്, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതായിരുന്നു. അവർ തലമുണ്ടനം ചെയ്തുകൊണ്ടുള്ള സമരം ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആ വാർത്തയുടെ തലവാചകങ്ങളാണ്, സർക്കാർ ഞങ്ങളുടെ തല വെട്ടട്ടെ എന്നാണ് മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുള്ള വാർത്ത. മുടിമുറിച്ച് ആശമാരുടെ പ്രതിഷേധം എന്ന് മാതൃഭൂമി പറയുമ്പോൾ അതിനെ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ചെറുതല്ല, തീമുടി എന്നാണ്, അതായത് തീമുടി എന്നാണ് മനോരമയുടെ 1-ാം പേജിലെ ഹെഡിങ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വൈകാരിക രംഗങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങളടക്കം മനോരമയും 1-ാം പേജിൽ ആ വാർത്തയെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വിശദീകരണം കൂടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശിവൻകുട്ടി പറയുന്നുണ്ട്, ആശമാർ സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണ്, മുറിച്ച തലമുടി കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണമെന്ന ശിവൻകുട്ടിയുടെ ഒരു വരി കൂടി മനോരമ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപക്ഷെ ദേശാഭിമാനി അടക്കമുള്ള മറ്റ് പത്രങ്ങൾ ഈ വിഷയത്തെ, നേരെ മറിച്ച് സുപ്രഭാതവും മാധ്യമവും ഒക്കെ ഇത് 1-ാം പേജിൽ ആശമാരുടെ സമരവും ഈ മുടി മുറിക്കലും തലമുണ്ടനം ചെയ്തതും വലിയ വാർത്തയായി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, ഈ CPM-ലേക്ക് പോയാൽ, CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നാളെ ആരംഭിക്കുകയാണ്. മധുരയിലാണ് ആരംഭിക്കുന്നത്. എല്ലാ പത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാതൃഭൂമി അതിനെ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് നാളെ തുടക്കം എന്ന വാർത്തയ്ക്ക് അപ്പുറത്തേക്ക്
നാളെ ചർച്ച ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയെക്കുറിച്ച് ആ രേഖയുടെ ഒരു സെഗ്മെൻറ്റ് മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ നിന്നൊരു ഭാഗം അടർത്തിക്കൊണ്ട് പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു എന്നാണ് അവരുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് വാർത്തകളല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു എന്നൊരു വലിയ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കുന്നു. തുറന്നു പറഞ്ഞ CPM റിപ്പോർട്ട് എന്നുള്ളതാണ്. പാർട്ടി കോൺഗ്രസ് നാളെ തുടക്കമാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ ആദ്യ വാർത്ത മാതൃഭൂമി അടിച്ചു എന്ന് വേണം കാണാൻ. ഒരുപക്ഷെ ഈ MA ബേബി സെക്രട്ടറി ആകുമോ അല്ലെങ്കിൽ MA ബേബി വരുമോ എന്ന ചർച്ചയ്ക്കാണ് മനോരമ തുടക്കമിടുന്നത്. മാതൃഭൂമി പാർട്ടിയുടെ നയരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോൾ മനോരമ തുടക്കമിടുന്നത് സെക്രട്ടറി ആര് വരും, ഒരുപക്ഷെ അതായിരിക്കും കുറച്ചും കൂടി കൗതുകം എന്ന് തോന്നുന്നു. ജനറൽ സെക്രട്ടറി ആരാകും എന്നുള്ള കാര്യത്തിലാണ്. അത് മനോരമ ഇന്ന് അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. MA ബേബി വരുമോ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. CPM പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ്. ഒരുപക്ഷെ ഇത് മറ്റാരും കൊടുക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് പോയാൽ ദേശാഭിമാനി ഒന്നാം പേജിൽ 2 വാർത്തകൾ, അതായത് അവിടെ പ്രാർത്ഥനാ വിലക്ക് എന്നൊരു വാക്ക്, അതായത് ഇതാണ് കേരള സ്റ്റോറി എന്ന പേരിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്ത. അവിടെ പ്രാർത്ഥനാ വിലക്ക് എന്ന് പറയുന്നത് ശ്രീനഗറിൽ ജാമിയ മസ്ജിദിനും ഈദ്ഗാഹിനും പൂട്ടിട്ടു, പുരോഹിതനെ വീട്ടുതടങ്കലിലാക്കി, UP-യിൽ റോഡുകൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അത് ഒരു വാർത്ത. അതേസമയം ഇവിടെ കോഴിക്കോട്, കേരളത്തിൽ കോഴിക്കോട് ഇവിടെ ക്ഷേത്രോത്സവവും ഈദ് നമസ്കാരവും ഒരിടത്ത് എന്നൊരു വാർത്ത കൂടി. അങ്ങനെ ഈ 2 വാർത്തകളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ദേശാഭിമാനി ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. എമ്പുരാനൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പക്ഷേ വലിയ കേരള സ്റ്റോറിയെ തന്നെ കാണേണ്ടി വരും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ ഈ കേരളകൗമുദി ഒന്നാം പേജ് നമ്മൾ എല്ലാ കാലത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു പോയാണ്. കേരളകൗമുദി മറ്റ് ചില വാർത്തകൾ കൊണ്ട് ഒന്നാം പേജിനെ സമഗ്രമാക്കാൻ, സമ്പുഷ്ടമാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇന്ന് അങ്ങനെ ശ്രമിച്ചപ്പോൾ അവരതിനെ കണ്ടതിങ്ങനെയാണ്. എല്ലാ വാർത്തകളുടെയും തലക്കെട്ടിനെ കട്ട് എന്നൊരു പദം കൂടി ചേർക്കാൻ, എല്ലാ ഹെഡിങ്ങും, അതായത് എമ്പുരാൻ്റെ കട്ടാണ് നമുക്കറിയാവുന്ന കട്ട്, അപ്പോൾ ആ കട്ടിൽ മറ്റു ചില കട്ടുകൾ കൂടി ചേർക്കുന്നുണ്ട്. ഒന്നാം പേജിലെ എല്ലാ വാർത്തകളെയും കട്ടാക്കുന്നു. ആശാസമരത്തിന്, ഞാൻ തലവാചകങ്ങൾ മാത്രം വായിച്ച് വേഗം പോകാം. ആശാസമരത്തിന് തലമുടി കട്ട്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കുപ്പി കട്ട്, അതായത് കേരളത്തിൽ ചോളത്തിലും കരിമ്പിൽ നിന്ന് കുപ്പി, നമ്മുടെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹില്ലി അക്വ ഇനി ചോളത്തിലും കരിമ്പിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാക്കുന്നു. അങ്ങനെ അതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിക്ക് കട്ട് എന്ന രൂപത്തിലൊരു വാർത്ത. മറ്റൊന്ന് ഈ നമ്മുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പെറ്റി അടച്ചില്ല എങ്കിൽ ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യും. മറ്റൊന്ന് പങ്കാളിയുടെ താല്പര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരത്തിന് കട്ട്. അതായത് ആത്മീയ കാര്യങ്ങളടക്കം പങ്കാളിയുടെ താല്പര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞൊരു വാർത്ത. അത് കഴിഞ്ഞ ദിവസം വാർത്ത എന്നാൽ പോലും ആ വാർത്തയെ കൂടി ഒന്നാം പേജിൽ കൊണ്ടുവന്നുകൊണ്ട് ഇത്രയും വാർത്തകൾ. അതോടൊപ്പം എമ്പുരാൻ്റെ വാർത്തയുമുണ്ട്. എമ്പുരാന് 3 മിനിറ്റ് കട്ട് എന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്രയും വാർത്തകളെ 5 വാർത്തകളെ കട്ട് എന്നൊരു ഹെഡിങ്ങിൽ ഉൾപ്പെടുത്താൻ കേരളകൗമുദി ശ്രമിച്ചു എന്നുള്ളത് ഒന്നാം പേജിൽ സമഗ്രമായി ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളകൗമുദി ആ എമ്പുരാൻ്റെ വാർത്തയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, സമഗ്രമാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മാതൃഭൂമി ചില വാർത്തകൾ നമുക്കറിയാവുന്നുണ്ട്. ചില വാർത്തകളെ പ്രാധാന്യത്തോടെ ചിലപ്പോൾ നൽകാറുണ്ട്. ആ വാർത്തകൾ വേഗം പറഞ്ഞു പോകുന്നു. ഈ അവസാന പേജിൽ, അതായത് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ, അതൊരു നല്ല വാർത്തയാണ്, ഓട്ടോറിക്ഷ കുളത്തിൽ പോയി. അവരുടെ നിലവിളി കേട്ട് പോലീസുകാരെത്തി അവരെ രക്ഷിക്കുന്ന ഒരു വാർത്തയാണ്. എറവക്കാടാണത്. ഓട്ടോറിക്ഷ പുഴയിൽ വീടും 7 കുടുംബത്തിൻ്റെ രക്ഷകരായ പോലീസുകാർ. അത് നന്നായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ബംഗളൂരുവിൽ ഒരു ബാങ്ക് വായ്പ കിട്ടിയില്ല, ബാങ്ക് കൊള്ളയടിച്ചു. അത് കവർന്നത് 13 കോടിയുടെ സ്വർണ്ണമാണ്. അത് വലിയ വാർത്തയായി, ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്, ഒരു കൗതുകമുള്ള വാർത്തയായിട്ട് വേണം കാണാൻ. അതേ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇൻസ്പയർഡ് ബൈ മണി ഹേസ്റ്റ്, ഗാങ്സ് റോബ് ബാങ്ക് ഹെൽഡ് എന്നൊരു വാർത്ത കൂടി. അതായത് ഈ 13 കോടി സ്വർണം കവരാൻ ബാങ്കിലോട് പണം ചോദിച്ചു, പണം കൊടുത്തില്ല, പക്ഷേ ചെയ്തത് ബാങ്ക് തന്നെ കവരുകയായിരുന്നു. അങ്ങനെ എന്നുള്ള മറ്റൊരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദേശാഭിമാനി സ്പോർട്സ് പേജിൽ നൽകിയിട്ടുള്ളത് IM വിജയൻ വിരമിക്കുകയാണ്. ആ വാർത്ത ദേശാഭിമാനി സ്പോർട്സ് പേജിൽ നൽകുന്നു. ഒരുപക്ഷെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക്, കായിക സ്നേഹികൾക്ക്, മലയാളിക്ക് വലിയ വൈകാരികമുള്ള സംഗതിയാണ് IM വിജയൻ ഫുട്ബോളിൽ നിന്ന് മാത്രമല്ല, ഫുട്ബോളിൽ നേരത്തെ വിരമിച്ച ആളാണ്, ഇപ്പോഴും പക്ഷേ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ജോലിയിൽ നിന്ന്, പോലീസ് കുപ്പായത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രശ്നം അവസാനിപ്പിക്കുന്നു.